അപ്പം നമ്മുടെ നേരത്തെ വന്നിരുന്ന ഒരു പാമ്പ് അന്ന് ഞാൻ കാണിച്ചിരുന്നു കോബ്ര, അത് പിന്നെയും വന്നിട്ടുണ്ട്. ഡോഗ്സൊക്കെ കരയുന്ന സൗണ്ട് കേട്ടിട്ടാണ് ഞാൻ പിന്നെയും നോക്കിയത്. ഇവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കരയാറുണ്ട്, അപ്പോൾ അത് വന്നു പോകുന്നത് തന്നെയായിരിക്കും. അപ്പോൾ ഇപ്പം ഞാൻ ഇന്ന് കുറച്ച് ഫ്രീ ആയ ടൈമിൽ നോക്കുമ്പോഴേക്കും ഇതാ മൂർഖനാണ്, ചെറുതാണ്. അപ്പോൾ അതെന്തോ ഇരയെ പിടിക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷേ ഡോഗ്സ് അടുത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ അഥവാ അവർ റിയാക്റ്റോ മറ്റോ ചെയ്തിട്ടുണ്ടെങ്കിൽ കടി എന്തായാലും കിട്ടും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ നോക്കിയത്. അപ്പോൾ ഇതിന് തിരിച്ചു പോകാൻ സ്ഥലമില്ല. അവിടെയൊക്കെ ഞാൻ 2-3 പംകിൻ സീഡ്സ് ഇട്ടിട്ട് അത് നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇലയൊക്കെ വീണിട്ട് അതിന് പോകാനൊരു ഗ്യാപ്പ് കിട്ടുന്നില്ല. എനിക്ക് തോന്നുന്നു അത് വേറെ വഴിയാണ് വന്നത്. സാധാരണ ഈ കാണുന്ന ഡ്രെയിനേജിൻ്റെ ആ ഒരു ഫുട്പാത്തിൻ്റെ ഡ്രെയിനേജിൻ്റെ ഉള്ളിലേക്കൂടെയാണ് ഇത് വരാറ്. അപ്പം ഇന്നലെ കണ്ടപ്പം ഇന്നലെ ഇവിടെ ഒരു വലിയ ചേര വന്നിട്ടുണ്ടായിരുന്നു. വലിയ ചേര എന്ന് പറഞ്ഞാൽ നല്ല കറുത്ത നിറത്തിലുള്ള ചേര. അത് പിന്നെ ഈ ഫുട്പാത്തിലൂടെ ഓപ്പൺ ആയിട്ട് തന്നെയാണ് എഴഞ്ഞു പോയത്. കാരണം അത് പെട്ടെന്ന് നല്ല സ്പീഡിൽ പോകുന്നതുകൊണ്ട് അതങ്ങനെ എന്താ പറയുക, ആൾക്കാരുള്ളതൊന്നും മൈൻഡ് ചെയ്യാണ്ട് പോകുന്നത്. അപ്പോൾ ഡോഗ്സിൻ്റെ മുന്നിൽ കൂടെ തന്നെയാണ് അത് പോയത്. അപ്പോൾ ഇതിങ്ങനെ പോകാൻ സ്ഥലമില്ലാതെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ആകെയുള്ള ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോഗ്സ് എന്തെങ്കിലും റിയാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെയും വന്നു അത്, എന്നിട്ട് അത് ഉള്ളിൽ പോയി അത് പിന്നെയും തിരിച്ചു വന്നു പുറത്ത്. എന്നിട്ട് ഞാൻ അതിനെ ഓടിക്കാൻ നോക്കിയപ്പോഴേക്കും അത് പിന്നെയും ഉള്ളിലേക്ക് കയറി. ഞാൻ ഈ ചെടിച്ചട്ടിയൊക്കെ തട്ടിയിട്ടതാണിപ്പം. അതൊക്കെ നല്ല അറേഞ്ച് ചെയ്തിട്ടായിരുന്നു ഉള്ളിലുണ്ടായിരുന്നത്. അപ്പം ചെടികളൊക്കെ നല്ല രീതിയിൽ വളർന്നു വന്നതാണ്. പാമ്പ് വരുന്നെന്ന് വിചാരിച്ചിട്ട് ചെടിച്ചട്ടിയൊക്കെ ഒഴിവാക്കി മരുഭൂമി പോലെ ആക്കാൻ പറ്റില്ലല്ലോ. ആ പാമ്പ് ഇന്ന് വരെ ആരും ഉപദ്രവിച്ചിട്ടില്ല. അപ്പോൾ ഇത് കണ്ടോ, പുറത്തേക്ക് പോയി. അപ്പോഴേക്കും ഞാൻ പുറത്തെ ആ സ്ഥലമൊക്കെ ഫുൾ ക്ലീൻ ചെയ്തു. ഇനിയിപ്പോൾ അതിലൂടെ സുഖമായിട്ട് താഴേക്ക് പോവാം.